ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്നത്തെ വീഡിയോയിൽ കൊതുകിനെ തുരത്താൻ വേണ്ടിയിട്ടുള്ള 2 ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ചില സാധനങ്ങൾ വെച്ച് തന്നെ നാച്ചുറലായിട്ട് തന്നെ നമുക്ക് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന 2 ടിപ്പാണ് ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ 2 ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതുപോലെ മേലേക്ക് മേലെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മുറിച്ചെടുക്കുകയാണ് വേണ്ടത്. നമുക്ക് ഇത്ര ടിഷ്യൂ ആവശ്യമായിട്ട് വരുന്നുള്ളൂ. നിങ്ങളുടെ കയ്യിൽ ടിഷ്യൂ പേപ്പർ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു ന്യൂസ് പേപ്പർ ചെറുതായിട്ട് മുറിച്ചെടുത്താലും മതി. ഇനി വേണ്ടത് കാപ്പിപ്പൊടിയാണ്. കുറച്ച് കാപ്പിപ്പൊടി, അതായത് ഒരു 1/4 സ്പൂണോളം കാപ്പിപ്പൊടി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇത് നമ്മൾ ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിലായിട്ട് സെൻറ്റർ ഭാഗത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിലെ എക്സ്പയറി ഒക്കെ കഴിഞ്ഞ കാപ്പിപ്പൊടി ഉണ്ടെങ്കിൽ അതായാലും മതിയേ. ഫ്രഷ് കാപ്പിപ്പൊടി വേണമെന്നൊന്നുമില്ല. ഇനി ഈ പേപ്പർ 2 സൈഡും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യണേ. ഇനി ഈ 2 കോർണറും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് പേപ്പർ ഒന്ന് കുഞ്ഞിതായിട്ട് റോൾ ചെയ്തെടുക്കണം. ശരിക്കും പറഞ്ഞാൽ ഒരു തിരിയാക്കി എടുക്കാം കേട്ടോ വേണ്ടത്. ഇതാ നമുക്ക് ഇതുപോലെ ഒരു തിരീൻ്റെ പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പാത്രത്തിലോ വിളക്കിലോ അല്ലെങ്കിൽ ചിരാതൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അങ്ങനത്തെ ചിരാതിലോ ഈ തിരി വെച്ച് കൊടുക്കണം. എന്നിട്ട് സന്ധ്യാസമയങ്ങളിൽ നമ്മൾ കത്തിച്ച് കൊടുത്താലുണ്ടല്ലോ ആ കാപ്പിപ്പൊടീൻ്റെ നല്ലൊരു സ്മെല്ല് പുറത്തേക്ക് വരും. അതുകൊണ്ട് തന്നെ കൊതുകുകളൊന്നും തന്നെ വീടിൻ്റെ അകത്തേക്ക് കയറി വരികയില്ല കേട്ടോ. കെമിക്കലോ മറ്റോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ യാതൊരുവിധ ദോഷമോ നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്കോ പ്രായമായവർക്കോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഇതുവരെ ഇങ്ങനെ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കൊതുക് വരുന്ന ഒരു ടൈം ഉണ്ടല്ലോ, ആ സമയത്ത് തന്നെ കത്തിച്ച് വെക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി രണ്ടാമത്തെ ടിപ്പ് പറയാൻ പോവാണേ. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് 1 സ്പൂണോളം പെരിഞ്ജീരകമാണ്. പെരിഞ്ജീരകം അല്ലെങ്കിൽ നമ്മൾ വലിയ ജീരകം എന്ന് പറയും. ഇതെല്ലാവരുടെ വീട്ടിലും എന്തായാലും ഉണ്ടാകുന്ന സാധനം തന്നെയായിരിക്കും. ഇതിങ്ങനെ തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് 100% റിസൾട്ട് കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇത് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ചെറുതായിട്ട് നമുക്ക് ഈ പെരിഞ്ജീരകം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കരിഞ്ഞു പോവാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഈ ഒരു പരുവാകുമ്പം നമുക്ക് ജീരകം റോസ്റ്റ് ചെയ്യുന്നത് നിർത്താം. ഇനി നമ്മളിത് പൊടിച്ചെടുക്കുകയാണേ വേണ്ടത്. കുറച്ച് മിക്സീൻ്റെ ജാറിലിട്ട് പൊടിച്ചാൽ പൊടിയാൻ ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ഇടികല്ലുണ്ടെങ്കിൽ അതിലിട്ടൊന്ന് ചതച്ചെടുത്താൽ മതിയേ. ചൂടാക്കിയതുകൊണ്ട് വേഗം പൊടിഞ്ഞു കിട്ടിക്കോളൂ കേട്ടോ. നമ്മൾ വീട്ടിലെ എളുപ്പത്തിന് കൊതുകുതിരിയൊക്കെ വാങ്ങിയിട്ടല്ലേ വെക്കാറുള്ളത്. അപ്പോൾ കൊതുകുതിരിയൊക്കെ കത്തിച്ച് വീട്ടിൽ വെക്കുമ്പം കൊതുക് വേഗം ചത്ത് വീഴുമെങ്കിലും അത് വീട്ടിലുള്ളവരെല്ലാം തന്നെ ദോഷമായിട്ട് ബാധിക്കാറുമുണ്ട്. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള നാച്ചുറൽ ടിപ്പുകൾ ഒരിക്കലും നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നതല്ല കേട്ടോ. ഇപ്പോൾ ഇവിടെ പെരിഞ്ജീരകം നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ 3 വെളുത്തുള്ളി അല്ലിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് 3ഓ 4ഓ വെളുത്തുള്ളീൻ്റെ അല്ലി എടുക്കാം കേട്ടോ. ഇനി ഇത് തൊലിയോട് കൂടി തന്നെ ജീരകം പൊടിച്ചതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ചതച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോണത് വേപ്പെണ്ണയാണ്. വേപ്പെണ്ണ കൊതുകിനെ തുരത്താൻ പറ്റിയ ഒരു മരുന്നാണ് കേട്ടോ. നല്ല റിസൾട്ടാണ് കിട്ടുക. വേപ്പെണ്ണ മാത്രം ഉപയോഗിച്ചാൽ അത്രയും നല്ല റിസൾട്ടാണ് കേട്ടോ കിട്ടുക. ഞാനിവിടെ ഈ വേപ്പെണ്ണയുടെ കൂടെ 2 സ്പൂണോളം നല്ലെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേപ്പെണ്ണ ഇല്ലാത്തവർക്ക് നല്ലെണ്ണ ഉപയോഗിക്കാം. പക്ഷേ വേപ്പെണ്ണ ഉപയോഗിച്ചാലാണ് നമുക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വരുമ്പോൾ ആ സ്മെല്ല് തന്നെ കൊതുകിന് ഇഷ്ടമല്ലാത്തൊരു തരം സ്മെല്ലാണ്. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം എണ്ണ കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ എണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതുപോലെ ഒരു തിരി എടുത്തിട്ട് എണ്ണയിലേക്ക് മുക്കി വെച്ച് കൊടുക്കാം. ഇനി ഇത് സന്ധ്യാസമയങ്ങളിലൊക്കെ വീട്ടിൽ കത്തിച്ച് വെച്ചാൽ മതി. ഒരിക്കലും കൊതുക് വീടിൻ്റെ ഉള്ളിലേക്ക് കയറുകയില്ല കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കണേ. 100% റിസൾട്ട് കിട്ടുവേ. എന്തായാലും ഒന്ന് ചെയ്ത് നോക്ക് കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി ഒരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.